ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനുഷാസ് ക്രാഫ്റ്റ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷിമ്മി കവർ എന്ന് പറയും, പെറ്റിക്കോട്ട് കവർ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു അടിയിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്നങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ക്വയറായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 പീസാണ് നമുക്ക് ഈ ഒറ്റ ഇതിൽ നിന്നും കിട്ടിയേക്കുന്നത്. 6 പീസാണ് നമുക്ക് വേണ്ടത്. ഇതുപോലൊന്ന് മടക്കി സെൻറ്ററിലായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 പീസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, സെയിം ആയിട്ടുള്ള 6 പീസുകൾ. പിന്നെ ഞാൻ എടുത്തേക്കുന്നൊരു ഗോൾഡൻ വയറാണ്. അതിനകത്തോട്ട് നമ്മൾ ഒരു മുത്താണ് ഇട്ടിട്ട് സെറ്റാക്കണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇപ്പം ഇതുപോലെ ഒന്ന് പേപ്പർ ടേപ്പ് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് തുളച്ചിട്ട് നമ്മളങ്ങ് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഓരോ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ ഏതെങ്കിലും കയറ്റുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കയറ്റിയിട്ട് ഓരോന്നായിട്ടങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മളിങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടിഭാഗത്ത് മാത്രമാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ അടിയിലോട്ട് നമ്മുടെ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയി നോക്കി, കുറച്ച് വീഡിയോസേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 3 ഫ്ലവേഴ്സാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ നമ്മുടെ കളർ പേപ്പറില്ലേ അതെടുത്തിട്ട് ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ ആദ്യം വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗ്രീൻ ടേപ്പൊക്കെ വെച്ചിട്ട്. ഇനി ഇത്ര പകുതി വരെ എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഫ്ലവർ വെച്ച് അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കിന്. അപ്പോൾ മൂന്നാമത്തെ ഫ്ലവറും വെച്ചിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ലീഫാണ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നീളമുള്ള ഇലയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.